ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാതുകുത്ത് കല്യാണത്തിന് മീനു വന്നു. പക്ഷെ എല്ലാവരുടെയും മുന്നിൽ ആര്യനെ കുറ്റക്കാരനാക്കി ആകാശം നല്ലവനായിട്ട് അങ്ങ് ചമഞ്ഞു മാറി നിന്നു. ഇതെല്ലാം കണ്ടും കേട്ടും അച്ഛൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം നോക്കി നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ബാലൻ്റെ കണ്ണിൽ ആര്യനും അതുപോലെ തന്നെ മീനുവും കൂടി സംസാരിക്കുന്നതും അവർ തമ്മിൽ എന്തോ ബന്ധമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഗോമതിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. ആരാടിയ പെൺകൊച്ച എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഇങ്ങനെ ഗോമതിയോട് പറയുമ്പോൾ, ഇതെന്താ ബാലേട്ട, ഇത് അവൻ്റെ കൂടെ എങ്ങാനും പഠിക്കുന്ന കുട്ടിയായിരിക്കും, എവിടെ പഠിക്കുന്നതും ആയിക്കോട്ടെ, എന്തായാലും ഈ ചടങ്ങിനായിട്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്, ഇവൻ മാത്രം ഇവളോട് കൊഞ്ചിക്കൊണ്ട് നിൽക്കുന്നു, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. മര്യാദയ്ക്ക് അവളെ പറഞ്ഞു വിടാൻ പറ, ഇനി അവരൊന്നിച്ച് കണ്ടാൽ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. നീ ചെന്ന് അവനോട് കാര്യം പറയാനൊക്കെ പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ ഗോമതി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് ആകാശാണെങ്കിൽ അപ്പുറം മാറി നിന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ആര്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഗോഷ്ടി കാണിക്കും. വിളിച്ചുകൊണ്ട് പൊക്കോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ ആരാന്ന് ചോദിച്ചു ആകാശ് ആര്യനോട്. അപ്പോൾ അമ്മയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ നിന്ന് ജീവനും കൊണ്ട് ആകാശം കൂടി. കാരണം ആകാശിന് പേടിയാണല്ലോ. ആ സമയം അമ്മ ഇങ്ങ് വന്നേ, അമ്മയ്ക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ. അപ്പോൾ മീനുവിന് നമ്മുടെ ഗോമതിയെ പരിചയപ്പെടുത്തി കൊടുത്തു ആര്യൻ. ഈ ഗോമതി സ്റ്റോഴ്സ് എന്ന് കേട്ടിട്ടില്ലേ, അത് അമ്മയുടെ പേരിൽ അച്ഛൻ തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു. അല്ല, എന്താ മോളുടെ പേര്? അപ്പം മീനാക്ഷി എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നു. ഇത് കാണുന്നു. ആ സമയം ധർമ്മൻ ഇത് കണ്ടു. ധർമ്മൻ കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ അങ്ങോട്ടേക്ക് പോണു. ആര്യൻ അങ്ങോട്ട് ചെന്നപ്പോൾ, എടാ അതാരാടാ ചേച്ചിയോട് സംസാരിക്കുന്നേ എന്ന് ചോദിച്ചു ധർമ്മൻ. അതൊരു പെണ്ണ്, മനസ്സിലായില്ലേ മാമനെന്ന് ചോദിച്ചു. അത് മനസ്സിലായി, അവൾക്ക് ഈ പഞ്ചായത്തിൽ എന്താ കാര്യമെന്നോ ചോദിച്ചത്. അപ്പം അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ നമ്മുടെ ഗോമതിയും അതുപോലെ മീനും കൂടെ സംസാരിക്കുക. മോൾ എവിടെയാണ് താമസിക്കുന്നത്, മോൾക്ക് എന്താ ജോലി, പഠിക്കുകയാണോ ഇതൊക്കെ ചോദിച്ചു. അല്ല, ഞാനിവിടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടണം. ഓ, അപ്പോൾ ആര്യനേക്കാളും മുതിർന്നതാണല്ലേ എന്ന് ചോദിച്ചു. അമ്മ വേഗം വാ, അവിടെ ചടങ്ങ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് അനു അന്നേരത്തേക്ക് ഓടി വന്നു. അപ്പോൾ മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകണം. ആ സമയത്ത് ഈ പെങ്കൊച്ച് ആര്യനേക്കാളും മൂത്തതാണെന്ന് കേട്ടപ്പോൾ സമാധാനമായി കേട്ടോ. ആ സമയം ഇനിയും താമസിച്ചാൽ ശരിയാവില്ല, ഗോമതി എവിടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ വിളിച്ച് ഗോമതിയെ കൊണ്ടുപോകണം. എന്നിട്ട് അവരവിടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ അങ്ങനെ കൊച്ചിനെ കാതുകുത്തുന്നതിൻ്റെ അടുത്ത് ഓരോ സാധനങ്ങളൊക്കെ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ആര്യന് ഓരോരോ സംശയങ്ങൾ. അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ധർമ്മനാണ് പറഞ്ഞു കൊടുക്കുന്നത്. കൊച്ചിൻ്റെ കാതുകുത്തുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് കൊച്ചിൻ്റെ അമ്മാവനാണെന്ന് പറഞ്ഞു. ഞാനും കൊച്ചിൻ്റെ അമ്മാവനാണല്ലോ എന്ന് ആര്യൻ. മൂത്ത അമ്മാവൻ ആനന്ദല്ലേ, അപ്പോൾ അവനല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ധർമ്മൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ആര്യൻ ആകാശിനെ വിളിച്ച് അടുത്ത് നിർത്തി. എന്താണെന്ന് ചോദിച്ചപ്പോൾ നോക്കാൻ പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മുടെ മീൻ നിൽപ്പുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷനായിട്ടോ ആകാശിന്. എന്നാൽ കാതുകുത്ത് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചടങ്ങ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നു. ഈ സമയം കൊച്ചിൻ്റെ കാത് കുത്തുന്നതിനനുസരിച്ച് ആകാശ് ആര്യനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടി കാണിക്കുക. അപ്പോൾ എടാ നീ എന്തിനാ കരയുന്നേ എന്ന് ആകാശിനോട് ബാലൻ ചോദിച്ചു. അത് പിന്നെ അച്ഛാ കുഞ്ഞിന് വേദനിക്കുമല്ലോ എന്ന് ഓർത്ത് കരഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആകാശ് പറയണം. ഇതൊക്കെ കണ്ട് മീനാക്ഷിക്ക് ചിരി വരും കേട്ടോ. എന്തായാലും വളരെ ഭംഗിയായിട്ട് ആ കുഞ്ഞിൻ്റെ കാതുകുത്ത് ചടങ്ങ് അവിടെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഈ ചടങ്ങ് നടത്തുന്ന സമയത്ത് അവിടേക്ക് ആൾക്കാർ, അതായത് ഈ സദ്യയുടെയും ഇതിൻ്റെയൊക്കെ ആൾക്കാർ വന്നു. അപ്പോൾ എന്താണെന്ന് ബാലൻ ഇറങ്ങി ചെന്ന് ചോദിച്ചു. അപ്പോൾ 300 പേർക്ക് സദ്യ ഉണ്ടാക്കിയിട്ട് കഷ്ടിച്ച് 50 പേര് പോലും കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം അയാൾ വന്ന് ബാലനോട് പറയാം. അപ്പോൾ ബാലൻ ആകെ ടെൻഷനായി. പിന്നെ അതൊരു വിഷയം അവിടെ. അവന്മാർ പണി പറ്റിച്ചല്ലോ ബാല എന്നും പറഞ്ഞുകൊണ്ട് രാമേണ്ണ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ആകെ ടെൻഷനായി. അപ്പോൾ അച്ഛാ, നാട്ടുകാരെല്ലാവരും വന്ന് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് സദ്യയും കഴിച്ച് പോകുമെന്നാണ് ഞാൻ കരുതിയതെന്നും, എന്നിട്ടിപ്പോൾ കൃഷ്ണേട്ടൻ്റെ ബന്ധുക്കളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ മകള്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ധനുജേ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അവിടെ നിന്ന് കൃഷ്ണൻ. കാരണം ഇത് സംഭവങ്ങൾ ഇതാവൂലോ, പ്രശ്നമാവുന്ന കൃഷ്ണൻ അറിയാവുന്നത് കൊണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടന്മാരും ആഘോഷപൂർവ്വം അവിടെ എല്ലാ കാര്യങ്ങളും നടത്തി. അവർ മദ്യം ഒഴുക്കിയ ആൾക്കാരെല്ലാം പിടിച്ചവിടെ നിർത്തുകയായിരുന്നു എന്ന് ധർമ്മം പറഞ്ഞു. പിന്നെ ഇവരെല്ലാവരും വന്ന് നോക്കുമ്പോഴേക്കും ഈ സദ്യവട്ടങ്ങളെല്ലാം കണ്ട് നമ്മുടെ ബാലന് സഹിക്കുന്നില്ല. പെട്ടെന്നാണ് ബാലൻ അവിടെ ഇരുന്ന ആ സാധനങ്ങളെല്ലാം കൂടി എടുത്ത് വലിച്ചെറിയുന്നത്. അപ്പോൾ രാമേട്ടൻ ചെന്നിട്ട് ചോദിച്ചു, നീ എന്താ ഈ കാണിക്കുന്നത് ബാല, നിനക്ക് എന്താ പറ്റിയതെന്ന്. അങ്ങനെ ചോറൊക്കെ അങ്ങനെ തന്നെ നമ്മുടെ ബാലൻ മറച്ചു കളയാട്ടോ. എല്ലാവരും കൂടെ അപ്പോഴത്തേക്ക് ഓടി വന്ന് ബാലനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുക. അപ്പോഴേക്കും ബാലനാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് അവരെൻ്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ
ഇങ്ങനൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞു. കുഞ്ഞിൻ്റെ കാര്യം വരുമ്പോഴെങ്കിലും അവർ മര്യാദ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ബാലനെ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നടത്തിയ ഒരു ചടങ്ങാണിത്, അത് അവർ തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബാലൻ പറയുമ്പോൾ ബാലേട്ട എന്നും വിളിച്ചുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെടുവാണ് എല്ലാവരും. അപ്പോഴേക്കും ഇനിയിപ്പോൾ ആരെയും നോക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് കഴിക്കാം വാ എന്ന് പറഞ്ഞ് ധർമ്മൻ ഇരിക്കാൻ തുടങ്ങുമ്പം എടാ ഞാനിവിടെ നാണം കെട്ട് തല താഴ്ത്തി ഇരിക്കുമ്പോൾ നിനക്ക് കഴിക്കണമല്ലേ എന്ന് ധർമ്മനോട് ബാലൻ. എന്നെ നാണം കെടുത്തിയ കൃഷ്ണമംഗലത്തെ തമ്പുരാക്കന്മാരെ എനിക്കൊന്ന് കാണണം, അത് കഴിഞ്ഞു ഇവിടെയുള്ളവർ ഭക്ഷണം കഴിച്ചാൽ മതി രാമേട്ടാ വാ, അത് കഴിഞ്ഞിട്ട് ആരും കഴിക്കാനില്ലെങ്കിൽ മിച്ചമുള്ള ഭക്ഷണം വെട്ടി മൂടിയേക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പോൾ ബാലേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി വിളിക്കുക, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നേരെ കൃഷ്ണമംഗലത്തേക്ക് പോവുക. ഈ സമയത്ത് അവിടെ കുടിച്ച് ആൾക്കാർക്ക് ലെവൽ വരെ ഇല്ല, ഭയങ്കര അവസ്ഥയിലാണ് അവിടെ ഉള്ളവരെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മൂക്കുമുട്ട കുടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പോണു. അങ്ങനെ എല്ലാവരും യാത്രയാക്കി അവരെല്ലാവരും കൂടി ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗോമതിയും അതുപോലെ ബാലനും കൂടെ അവരുടെ മുന്നിലേക്ക് വരുന്നത്. അച്യുതനും അനന്തനും അതുപോലെ അലോഹും മിത്രയും എല്ലാവരും ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട്. ചെന്ന് കയറിയിട്ട് എൻ്റെ കൊച്ചുമോളുടെ കാതുകുത്തിന് പങ്കെടുക്കാനുള്ളവരെ വഴിയിൽ തടഞ്ഞു നിർത്തി തീറ്റയും കുടിയും കൊടുത്ത് ബോധം കെടുത്തിയിട്ട് നിനക്കൊന്നും നാണമില്ലേടാന്ന് ചോദിച്ചു. അപ്പം നീയല്ലേ ഇവിടുത്തെ ഓരോ നാടും വീടും തെണ്ടി ആൾക്കാരെ വിളിച്ചത്, അതും പോരാത്തതിന് മയക്കും കൊണ്ട് നടന്ന് നീ ആളെ വിളിച്ചില്ലേ, എന്നിട്ടും ആരും വന്നില്ലേ നിന്റെ സദ്യക്കെന്ന് ചോദിച്ചു. എന്താ ഉണ്ടാക്കിയ ആഹാരമൊക്കെ വേസ്റ്റ് ആയോ എന്ന് അലോഹും ചോദിച്ചു. കണ്ടില്ല വലിച്ച എല്ലാം കൊണ്ട് നാണം കെട്ട് വന്ന് നിൽക്കുന്നതെന്ന് അലോഹു പറയുമ്പോൾ നമ്മുടെ ബാലൻ ഇങ്ങനെ വല്ലാതെ നിൽക്കുക. അപ്പോൾ ബാല ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഈ നാട്ടിൽ ഇപ്പോഴും പ്രമാണികൾ ഞങ്ങൾ തന്നെയാണ് എന്നുള്ളത്? അതിനൊന്നും ബാലനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ ഗോമതിയും സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്കുമേൽ ഒരു ബാലനും വളരരുത് എന്ന് അനന്തൻ ഇന്നരം പറഞ്ഞു. ഞങ്ങളുടെ കൊച്ചുമോളുടെ കാതുകുത്ത് ചടങ്ങിൽ ആരും പങ്കെടുക്കാതിരിക്കാൻ ഏട്ടന്മാർ കാണിച്ചത് ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയായി പോയെന്ന് പറഞ്ഞു. അപ്പം ചടങ്ങിന് ആൾ വരാത്തത് ഞങ്ങളെന്ത് കഴിച്ചു, ഇവിടെ ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു. നിങ്ങളുടെ വാക്കിന് നാട്ടുകാർ അത്രയ്ക്ക് വിലയെ തന്നിട്ടുള്ളൂ. അച്യുതൻ്റെ വാക്കിയ ഒരു ഡയലോഗും കൂടി. ആളുകളെ ചാക്കിട്ട് പിടിച്ച് ബലമായി ഇവിടെ നിർത്തിയിട്ട് അഹങ്കാരം പറയുന്നോടാ എന്ന് പറഞ്ഞോട്ട് തല്ലാൻ ചെല്ലുന്ന ബാലേട്ടാ വേണ്ട എന്ന് പറഞ്ഞു. ഇവർ കാണിച്ച നാണം കെട്ട പരിപാടിക്ക് എന്താ അടിക്കല്ലേ വേണ്ടത്, എന്താ നിന്റെ ദേഷ്യമൊക്കെ അങ്ങ് പോയോ എന്ന് ബാലൻ ചോദിച്ചു. കുറുക്കു വഴിയിലൂടെ വിജയിച്ചാണ് നിന്റെ ഏട്ടന്മാരെ തലയുയർത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പം ബാല നിനക്ക് ഈ നാട്ടിൽ ആളുകൾ അന്നും ഇന്നും ഇട്ടിരിക്കുന്നൊരു വിലയുണ്ട്. കൃഷ്ണമംഗലത്തെ പ്രതാപവർമ്മയുടെ കടയിലെ ജോലിക്കാരൻ, അതിനപ്പുറത്തേക്ക് നീ ഒന്നുമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താമേ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യനൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ആര്യ വിളിച്ചുകൊണ്ട് പോടാ നിന്റെ അച്ഛനെന്നും പറഞ്ഞുകൊണ്ട് അലോഹ് പറഞ്ഞു. അപ്പോൾ എന്നോട് ആജ്ഞാപിക്കും നീ ആരാടാന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ. അപ്പം ആളുകൾക്ക് മുന്നിൽ നാണം കെട്ട് വന്നതല്ലേ, കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു മിത്ര. അപ്പോഴേക്ക് ആര്യൻ മിത്രയെ തല്ലാനായിട്ട് ഒങ്ങുന്നു. അപ്പം എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചിട്ട് ഇവിടെ ആരും സന്തോഷിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ആരും ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും കയ്യാങ്കളി വേണ്ട, കാര്യം പറഞ്ഞാൽ മതിയെന്ന് ധർമ്മം പറഞ്ഞു. അപ്പം നിങ്ങളാരും അധികം തിളയ്ക്കേണ്ട ബാല, നീ ഞങ്ങളുടെ മുന്നിൽ നാളാകാൻ നോക്കി, കാതുകുത്ത് കല്യാണം ആഘോഷമാക്കി ഞങ്ങളെ നാണം കെടുത്താൻ നീ ശ്രമിച്ച ശ്രമം പാഴായിപ്പോയെന്ന് കരുതിയാൽ മതി. ഞങ്ങളുടെ കാതുകുത്താൻ നോക്കിയാൽ നിന്നെ നാട്ടുകാർ മുട്ടുകുത്തിച്ചു അത്രേ ഉള്ളൂ എന്ന് ഇവർ പറയാം. ആ സമയത്തേക്കും അമ്മേ ആൺമക്കളോട് പറഞ്ഞേക്ക് ഞങ്ങളെ വേദനിപ്പിച്ചിട്ട് ഇവരിവിടെ സന്തോഷത്തോടെ ജീവിക്കില്ല എന്ന് നമ്മുടെ ഗോമതി അവിടെ നിന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ഞങ്ങളെ ശപിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അലോഹ് ഗോമതിയോട് ദേഷ്യപ്പെടുന്നു. അത്രയ്ക്ക് സങ്കടമുള്ളത് കൊണ്ടാടാന്ന് പറഞ്ഞപ്പം വിഷമമുള്ളവരെ അങ്ങ് വീട്ടിൽ പോയി നിന്ന് കരയാൻ പറഞ്ഞു. പിന്നെ ആര്യനും അലോഹും കൂടി പിടിയും വലിയും തല്ലും വഴക്കും ഒക്കെയായി. ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടായി. ആ സമയത്ത് അലോഹിനെ ചവിട്ടി താഴെ ഇട്ടു നമ്മുടെ ആര്യൻ. അങ്ങനെ ആരും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റൊന്നും. ഈ സമയത്ത് ഇവിടെ നിന്ന് എൻ്റെ മോൻ്റെ ദേഹത്ത് കൈവച്ചാ നീ ഒന്ന് നടന്ന് വീട്ടിൽ പോകില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനോട് അച്യുതൻ പറയുമ്പോഴേക്കും അച്യുത എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു അനന്തൻ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കാതെ നോക്കാൻ എനിക്കറിയാമെന്ന് നമ്മുടെ ബാലൻ അന്നേരം ഇവരോട് പറയാം. എൻ്റെ ഏട്ടന്മാർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർക്കാൻ പറഞ്ഞു ഗോമതി. എൻ്റെ കല്യാണം മുതൽ ആരംഭിച്ച വഴക്കല്ലേ ഇത്. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് കുഞ്ഞുണ്ടായി, എന്നിട്ടും നിങ്ങൾ ആ പക വീട്ടിട്ടില്ലേ അല്ലെങ്കിൽ വിട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഗോമതി. ശരിയാ, നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ ഈ മനുഷ്യൻ എൻ്റെ ബാലേട്ടൻ, ഈ മനുഷ്യൻ എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അതെനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഈ ചടങ്ങ് തന്നെ നീയൊക്കെ നടത്തിയത് ഞങ്ങളെ വെല്ലുവിളിക്കാനല്ലേ എന്ന് ചോദിക്കുകയാണ് ആനന്ദൻ. ഞാൻ നന്നായി ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ ചൊരുക്കാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ ഓടിപ്പോയി കല്യാണം കഴിച്ചത് തെറ്റായിപ്പോയി.
എനിക്ക് ജീവിക്കാൻ മാർഗമില്ല, എന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച് ഞാൻ നിങ്ങളുടെ കാൽക്കൽ വന്ന് വീണിരുന്നെങ്കിൽ എൻ്റെ ഏട്ടന്മാർ സന്തോഷിച്ചേനെ, ശരിയല്ലേ എന്ന് ചോദിച്ചു. അന്തസ്സായി ഞാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഒപ്പം ഇവിടെ ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് ഈ അസുഖം മുഴുവനെന്നും ചോദിച്ചു. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ദ്രോഹങ്ങൾ എന്നോട് ചെയ്തിട്ട് എന്ത് ലാഭം കിട്ടാനാ? അപ്പൊ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയോളല്ലേ നീ, ഏട്ടാന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളതെന്ന് അച്യുതൻ. ദേ ഇനി ആ പേരും വിളിച്ചു വന്ന് അതിനെ അടിച്ചിറക്കും എന്നൊക്കെ അച്യുതൻ പറഞ്ഞപ്പം ദേ എൻ്റെ ഭാര്യയെ തൊട്ട കൈ ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു നമ്മുടെ ബാലൻ. അപ്പോൾ എനിക്ക് വെട്ടടോന്ന് പറഞ്ഞു അലോഹ ഇടയ്ക്ക് കയറി. അപ്പോഴേക്കും ധർമ്മൻ പറന്നു വന്നിട്ട് അലോഹനെ പിടിച്ചൊരു തള്ള. എന്താടാ നീ കളിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഗോമതി, നീ എന്തിനാ ഇവനെയൊക്കെ ചേട്ടാന്ന് വിളിക്കുന്നത്, അതിനെന്ത് യോഗ്യത നിനമാർക്കുള്ളത് എന്ന് ചോദിച്ചു നമ്മുടെ ബാലൻ ഗോമതിയോട്. അപ്പം ഞങ്ങളുടെ യോഗ്യത നീ തെളിയിക്കേണ്ടെന്ന് ബാലനോട് അച്യുതൻ പറയുന്നു. അപ്പോൾ അച്യുതൻ അത് പറഞ്ഞപ്പോൾ ബാലന് തല കുമ്പിച്ച് നിൽക്കുക. ബാല, ഇവിടുത്തെ ഫംഗ്ഷന് ഞാൻ ആളെ വിളിച്ചു, അതുപോലെ നിന്റെ വീട്ടിലെ ഫംഗ്ഷന് നീയും ആളെ വിളിച്ചു. പക്ഷേ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും വന്നത് ഇവിടേക്കാണ്. അവരെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടിരുന്നെങ്കിലേ ഇവിടേക്കൊരു പട്ടിയും എത്തി നോക്കില്ലായിരുന്നു എന്ന് നമ്മുടെ ബാലൻ പറഞ്ഞു. എങ്ങനെയാണെങ്കിൽ എന്താടാ, ഇപ്പൊ ജയിച്ചത് ഞങ്ങളല്ലേ, ഈ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടില്ലേ നീ? ബാലനൊന്നും മിണ്ടുന്നില്ല. ഇനി എന്താ നിന്റെ പ്ലാൻ? നീ വെറും 0 ആണെന്ന് നീ തിരിച്ചറിഞ്ഞില്ലേ? കുടുംബത്തെയും കൂട്ടി നാട്ടിൽ നിന്ന് പോകാൻ നോക്കാൻ പറഞ്ഞപ്പോൾ എന്നെ പോലെ ഒരാളെ തോപ്പിക്കാൻ ഇത്രയ്ക്ക് തറപ്പണി കാണിച്ച നീയൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ അധ്വാനിച്ച് ഇവിടം വരെ എത്തിയ ഞാൻ എന്തിനാണ് ഓടിപ്പോകുന്നത്? ഞാൻ ഇവിടെ തന്നെ ജീവിക്കുമെന്ന് നമ്മുടെ ബാലൻ. അപ്പോൾ എൻ്റെ വല്യച്ഛനെ വെല്ലുവിളിക്കുന്നോ എന്ന് ഈ ധർമ്മൻ അവിടെ നിന്ന് അലോഹ് ചോദിക്കുമ്പോഴേക്കും നിന്റെ നാക്കും പറിച്ചെടുക്കുമെന്ന് നമ്മുടെ ബാലനോടൊക്കെ ഈ അലോഹ് പറയാട്ടോ. അപ്പോഴേക്കും അതിനു മുൻപ് നിന്റെ തല ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ് ആര്യൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മാറടാ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യന് മാറ്റി നിർത്തിയിട്ട് നീ എന്തിനാണ് വഴക്കിന് പോകുന്നത്? ഇവൻ്റെ അച്ഛൻ തനി ഗുണ്ട, മകൻ അതിനേക്കാളും വലിയ റൗഡി, അതിനൊപ്പം നീ ചാടി തുള്ളി ഇറങ്ങണോ? മാറിക്കാൻ പറഞ്ഞ ആര്യനെ പിടിച്ചു മാറ്റുവാണ് ബാലൻ. അതേടാ, ഞാനും എൻ്റെ മോനും ഒക്കെ റൗഡിയാണ്, തൻ്റെ മോനെന്താടാ കളക്ടറോ? അപ്പം ഞാൻ കളക്ടർ ആകണമെന്ന് എൻ്റെ അച്ഛൻ തീരുമാനിച്ചാൽ ഞാനത് ആയിരിക്കും എന്ന് നമ്മുടെ ആര്യൻ പറയണം. നിങ്ങൾ എത്ര തരം താഴ്ന്ന പ്രവൃത്തിയും ജയിക്കാൻ വേണ്ടി കാണിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്കിക്കോ, ഇവിടെയുള്ള ഓരോരുത്തരെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് നമ്മുടെ ആര്യൻ അന്നേരം പറഞ്ഞു. ഈ സമയം എടാ ഇവൻ പ്രശ്നം ഉണ്ടാക്കാനുള്ള വഴിയുണ്ട്, നീ വേഗം നിന്ന് വാതിൽ തുറന്നിടാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ മൂത്ത ചേട്ടൻ ആകാശിനോട് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ കയറി പോകുമ്പോൾ എടാ നിൻ്റെ അച്ഛനെ നിലയും ഈ നാട്ടിലുള്ള നിലയും വിലയും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്, അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവർ പിന്നെയും വഴക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ആ സമയം ആവശ്യമില്ല ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയാണ്. നീ പൊട്ടക്കണറ്റി കിടക്കുന്ന തവളയാടാ എന്നൊക്കെ പറഞ്ഞു. ചുറ്റിനും സ്വന്തം എന്ന് പറയാനേ ഒരുപാട് പേരുണ്ടെന്ന് വെറുതെ വിശ്വസിക്കുന്ന വെറും ഒരു അനാഥനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലനെ കളിയാക്കും കേട്ടോ ഉമാര്. എൻ്റെ ബാലേട്ടന് ഞാനുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, പിന്നെ എങ്ങനെയാ ബാലേട്ടൻ അനാഥനാകുന്നത് എന്ന് ഗോമതി ചോദിച്ചു. അപ്പോഴേക്കും അച്യുതനും അനന്തനും ഇങ്ങനെ നിൽക്കും കേട്ടോ. ഏട്ടാ, ഞാൻ ജനിച്ച വീടായത്, പക്ഷെ നിങ്ങൾ കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞാൽ പിന്നെ നിങ്ങളാരും സന്തോഷത്തോടെ ഇരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി പറയുമ്പോൾ പിന്നെയും അലോഹം, നിങ്ങൾ വീണ്ടും ശപിക്കാൻ തന്നെയാണോ വന്നിരിക്കുന്നത്? കയറിപ്പോ പെണ്ണുപിള്ള എന്ന് പറഞ്ഞു. അപ്പം അച്യുത അനന്ത എല്ലാവരോടും അകത്ത് പോകാൻ പറയാൻ പറഞ്ഞ് ഇന്ദിരാമ വന്നു. മര്യാദയ്ക്ക് എല്ലാവരും അകത്ത് പോയിക്കോ, ഇല്ലെങ്കിൽ നാളെ എൻ്റെ മരണവാർത്ത നാളെ ലോകം മുഴുവൻ മൈക്ക് കെട്ടിവെച്ച് അറിയിക്കേണ്ടി വരും. ഇത് ഓരോ ദിവസവും കൂടി വരികയല്ല, അത് കുറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അലോഹ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കി. പെട്ടെന്ന് ആര്യനും പ്രശ്നമുണ്ട്. ആര്യൻ തിരിച്ചതിന് മറുപടി കൊടുത്തു. അപ്പോഴേക്കും അലോഹ ആര്യനെ പിടിച്ചൊരു തള്ളു, പിന്നെ അങ്ങോട്ട് ഉന്തും തള്ളും ഒക്കെ ആയി. അപ്പോഴേക്കും അലോഹിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അവരെല്ലാവരും കൂടെ. നമ്മുടെ ആര്യനെ പിടിച്ചു വലിച്ച് ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ടും കൊണ്ടുവന്നു. അങ്ങനെ കൃഷ്ണമംഗലംകാരും ദേവമംഗലംകാരും വീടിനകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും ഗോമതി നമ്മുടെ ആര്യനോട് വഴക്കുണ്ടാക്കുക. എടാ നിൻ്റെ ഈ ദേഷ്യത്തിന് എന്തെങ്കിലും വരുത്തി വെച്ചാലേ സങ്കടപ്പെടാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്ഥിരം തലവേദനയായി അവരെ എല്ലാവരും കൊന്നിട്ട് ജയിലിൽ പോകാൻ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ആരും ദേഷ്യപ്പെട്ടപ്പം എടാ ആളുകളെ തല്ലാനും കൊല്ലാനും ജയിലിൽ പോകാനും നീ ആരാ ഗുണ്ടയൊന്നും ചോദിച്ചുകൊണ്ടാണ് ബാലൻ വരുന്നത്. അപ്പോൾ ധർമ്മൻ ഇടയ്ക്ക് കയറിയപ്പോൾ നീ മിണ്ടരുതെന്ന് പറഞ്ഞു ബാലൻ. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ നീ എന്തിനാ ഇടയ്ക്ക് കയറിയതെന്ന് ചോദിച്ചു ബാലൻ. അപ്പോൾ അച്ഛനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു ഞാൻ പിന്നെ എന്താ കൈ കെട്ടി നോക്കിക്കണമെന്ന് പറഞ്ഞു. എടാ അച്ഛനോട് തർക്കുത്തരം പറയാണോ നീ എന്ന് ചോദിച്ചു നമ്മുടെ അമ്മ. അപ്പം ഞാൻ കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന് ആര്യൻ. അപ്പോൾ എടാ നീ എൻ്റെ അച്ഛനാകാനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് ആര്യനോട് പറയുവാണ് ബാലൻ. നീ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് ഒരു റൗഡിയാക്കാനല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആര്യനോട്. അച്ഛനെ പറഞ്ഞാൽ ഞാൻ അതിൽ ഇടപെടും എന്ന് ആര്യൻ വീണ്ടും പറഞ്ഞു. എന്നെ മറികടന്ന് പ്രവർത്തിക്കാറായോടാ നീ എന്ന് ചോദിച്ചുകൊണ്ട് ആര്യനെ തല്ലുവാണ് ഈ പറയണം ബാലൻ. അപ്പോൾ അച്ഛൻ്റെ അഭിമാനം അല്ലെങ്കിൽ അച്ഛൻ്റെ മാനം രക്ഷിച്ച ആ ഒരു മകന് അച്ഛൻ കൊടുത്ത ഒരു ശിക്ഷ അതൊരൊന്നും തന്നെ ശിക്ഷ തന്നെയായിരുന്നു. അപ്പോഴേക്കും ധർമ്മൻ ഇടയ്ക്ക് ഇവരെ പിടിച്ചു വലിക്കുക. അപ്പോൾ അതെ ഇവൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതല്ലല്ലോ, അളിയന് വേണ്ടി ഇവൻ സംസാരിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചു ധർമ്മൻ. അപ്പോൾ ഇവിടെ ഒരുത്തനും എൻ്റെ നാവാകണ്ട,
ഈ കുടുംബം നിയന്ത്രിക്കുന്നത് ഞാനാണെന്നും എന്നെ ധിഖരിച്ച് ഓരോന്ന് ചെയ്യാനാണെങ്കിൽ പിന്നെ കുടുംബനാഥനായിട്ട് ഞാനെന്തിനാ ഇവിടെ എന്നൊക്കെ ചോദിച്ചു ബാലൻ. അപ്പോൾ ബാലേട്ടാ ഇത്തവണത്തേക്കൊന്നും ക്ഷമിക്കാം, ഇനി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗോമതി പറയുമ്പോൾ നിന്റെ ആങ്ങള സ്വന്തം മോനെ ഒരു ഗുണ്ടയെ പോലെ വളർത്തുന്നത്, അതുപോലെയാണ് ഇവൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ സംസാരിക്കുന്നത് കേട്ടോ. ബാലേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ, അപ്പം സ്നേഹം കൊണ്ടല്ല അച്ഛനേക്കാളും വലുതാണെന്നുള്ള ആ ഒരു എടുത്തുചാട്ടമാണ് അവൻ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ബാലേട്ടനെ കുറിച്ച് ഒത്തിരി പോകുന്ന ആ പയ്യൻ മോശമായിട്ട് സംസാരിച്ചപ്പം എനിക്ക് പോലും ദേഷ്യം വന്നു. പിന്നെ ഇവൻ അടങ്ങി നിൽക്കുമെന്ന് ചോദിച്ചു നമ്മുടെ ഗോമതി. ഞാനിവനെ പഠിപ്പിക്കുന്ന ഗുണ്ടായുസമല്ല, എവിടെ നിന്നാടാ നീ ഇതൊക്കെ പഠിച്ചോന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ അതിനെ പിടിച്ചിട്ട് തല്ലുവാട്ടോ. അങ്ങനെ ആര്യനെ അവിടെ ഇട്ട് തല്ലി കൊല്ലാറാക്കി ബാലൻ. അപ്പോൾ അളിയനെ കുറിച്ച് ആരെങ്കിലും വേണ്ടാത്ത വർത്താനം പറഞ്ഞ് ഇവൻ അവരെ തല്ലും എന്ന് നമ്മുടെ ധർമ്മം പറഞ്ഞു. എൻ്റെ ഏട്ടനോടും അലോഹിനോടും ഉള്ള ദേഷ്യം എന്തിനാ വെറുതെ ഇവനോട് തീർക്കുന്നതെന്ന് ചോദിച്ചു. നിന്റെ ചേട്ടൻ്റെ മോനില്ലേ അവനെ റൗഡി എന്നൊക്കെയാണ് നാട്ടുകാർ വിളിക്കുന്നത്, നിനക്കറിയാം. അതുപോലെ ഇവനെ ആരെങ്കിലും വിളിച്ച് അതിൻ്റെ വളർത്തു ദോഷമാണെന്നൊക്കെ പറഞ്ഞു. ഈ വീട്ടിലുള്ളവരെ കുറിച്ച് ആരും മോശമായിട്ട് സംസാരിച്ചാലും പറഞ്ഞാലും അതിന് ഞാൻ മറുപടി കൊടുത്തിരിക്കും, തല്ലു കൊടുക്കേണ്ടതാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ. അപ്പം തല്ലു അല്ലടാ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ചൂരലെടുത്ത് പാവം ആര്യനെ ഇങ്ങനെ അടിക്കുവാൻ നോക്കുന്നു. അപ്പോഴേക്കും ബാലേട്ട നിർത്താൻ പറഞ്ഞു ഗോമതി. ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവനിങ്ങനെ തല്ലല്ലേ എന്ന് പറഞ്ഞു. ഇനി നീ അടി മേടിക്കും മാറിക്കടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാര്യയായി മാറ്റി നിർത്തി. എന്നിട്ട് പാവം ആര്യനെ അവിടെ ഇട്ട് തല്ലി പൊടിയാക്കിയിട്ടോ ബാലനെ എല്ലാവരും കൂടെ പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ധർമ്മം പിടിച്ചു കയറ്റി ആര്യനെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇനി നീ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ വെച്ചേക്കില്ല നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ടായി ഇറങ്ങി പോടാ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ ആര്യനെ പുറത്ത് ആക്കിയിട്ട് വാതിലടയ്ക്കുന്നവർ ഇവിടെ കിടന്ന് ഭ്രാന്ത് കാണിക്കുകയാണ് അന്നേരത്തേക്കും ബാലൻ. അപ്പോഴേക്കും ധർമ്മം കയറി വന്നിട്ട് ചോദിച്ചു, എന്തിനാ അളിയാ അവനോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്, എനിക്ക് മേൽ ഇവിടെ വേറെ ഒരു ശബ്ദവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഭയങ്കര അധികാരം കാണിക്കുന്നു. അങ്ങനെ അതിനിട്ട് തല്ലി ചതച്ച് കൊല്ലാക്കൊല കൊന്നിട്ട് ബാലൻ വലിയ ആളായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അച്ഛനൊരു പ്രശ്നം വന്നാൽ അച്ഛനെ സേവ് ചെയ്യാനും അല്ലെങ്കിൽ അച്ഛനു വേണ്ടി സംസാരിക്കാനും ആര്യനേ ഉള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാതെ അഹങ്കാരമായിട്ട് ബാലൻ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.